ഇനി കൊലപാതകത്തിന് പല കാരണങ്ങളുണ്ടാകാം. അന്ത്യനാളിൻ്റെ അടയാളമാണ് കൊലപാതകം എന്ന് പറഞ്ഞു. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ മതി കൊലപാതകത്തിന്. ഇവിടെ ഒരു കാരണം എന്താണ് അറിയുക? കോപം, അതുപോലെ തന്നെ പ്രതികാരവാജ്ഞ. പ്രതികരിക്കാനുള്ള മനസ്ഥിതി അതുണ്ടെങ്കിലും കോപം ഉണ്ടെങ്കിലും അത് കൊലയിലെത്തിക്കും. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് ഇതൊരു മനുഷ്യനെ കൊലപാതകത്തിലെത്തിക്കും. സ്വത്ത് തർക്കം, എത്ര മനുഷ്യന്മാർ, എത്ര അടുത്ത ബന്ധുക്കൾ കൊലപാതകത്തിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനാശാസപരമായ ബന്ധങ്ങൾ, അതും കൊലപാതകത്തിലെത്തും. അത് ആളുകൾ അറിയുമെന്ന് കരുതിയിട്ട് കൊല്ലുക, അങ്ങനെയൊക്കെ കൊലപാതകത്തിലെത്തും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണ്? അജ്ഞതയാണ്, വിവരമില്ലായ്മയാണ്, സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള നിഗൂഢമായ ദുഷ്സ്വാധീനങ്ങളാണ്. ആ സ്വാധീനങ്ങൾ മുഖേന അവിടെ കൊന്നു, 10 ആളെ കൊന്നു. അന്നൊക്കെ എവിടെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും ഒരാളെ കൊന്നു പറയുമ്പോൾ തന്നെ എന്തോ ഒരു പേടിയായിരിക്കും. അള്ളാഹ് കൊലപ്പെടുത്തിയല്ലേ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളെ കൺമുന്നിലാണ് നമുക്ക് കാണുന്നത്. പീസാക്കിയിട്ട് അറിയാത്ത വിധത്തിലാണ് ഓരോരുത്തർ കൊല്ലുന്നത്.